കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ ഒരു വാഴക്കൂമ്പ് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണേ. ഈ വാഴക്കൂമ്പ് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. വാഴക്കൂമ്പ് ഞാൻ ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നിന്ന് അതിൻ്റെ നൂലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ആ അരിഞ്ഞതിൻ്റെ പകുതി കൂമ്പ് ഞാൻ വേറൊരു പാനിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പുപൊടിയും ചേർത്ത് കൈവെള്ളം തളിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തളിച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അടച്ച് വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടി സ്റ്റൗ ഓഫാക്കാം. ഇനി അത് തണുക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത സവാളയൊന്ന് വഴറ്റിയെടുക്കാം. പാനൊന്ന് അടപ്പത്ത് വയ്ക്കാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. സവാളയെ ഞാൻ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സ്വല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്വല്പം കറിവേപ്പില ഒന്ന് കൊച്ചായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, പരുവം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഒരു നുള്ള് പെരുംജീരകം കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് കൈ വെച്ചൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്നാല് ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു മുട്ടയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്ന് നമുക്കെടുത്ത് മുട്ടയിലേക്ക് മുക്കി ബ്രെഡിനകത്ത് മുക്കിയിട്ട് നമുക്ക് പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡൊന്ന് ചുമന്ന് വരുമ്പോൾ കോരിയെടുക്കാം. കൂമ്പ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ചായയുടെ കൂടെ ഇത് കൊടുക്കാൻ നല്ലതാണ്. കൂമ്പ് തിന്നാത്തവർ, കൂമ്പ് തോരനൊന്നും കഴിക്കാത്തവർക്ക് ഇത് കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്തേക്കണം.